ശ്രീപത്മനാഭൻ, ഒരു കാര്യം, ഈ രാജ്യത്തിൻ്റെ പല നേതാക്കൾ, രാജ്യത്തെ പല രാഷ്ട്രീയ പാർട്ടിയുടെ പല നേതാക്കൾ വിവിധ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടെ നിലവിലുള്ള ഭരണ സംവിധാനത്തെ എതിർത്ത് സംസാരിക്കുന്ന ഒരു പതിവ് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഇങ്ങോട്ടേക്കൊക്കെ എത്തുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും അങ്ങനെ നടത്താറുണ്ടോ? അങ്ങനെ നടത്തുന്നത് പ്രത്യേകിച്ച് ആ രാജ്യത്തിന് ക്ഷീണം തന്നെയല്ലേ? ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ എതിരുണ്ടാവും, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നേതാക്കൾ മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ അവർ സംസാരിക്കുന്നതിന് ഒരു നിയന്ത്രണം സ്വയം ഏർപ്പെടുത്തേണ്ടതല്ലേ? ഈ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും BJPയുടെ നേതാക്കൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ നടത്തുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ശ്രീപത്മനാഭൻ? ഞാനൊരു ചിത്രം കാണിച്ചു തരാം. 2008 ജൂലൈ മാസം 7-ാം തീയതി ചിത്രമാണ് ഇത്. രാഹുൽ ഗാന്ധിയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും കൂടി ഒരു MOU, മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്യുന്നതാണ്. രാഹുൽ ഗാന്ധിൻ്റെ പിന്നിൽ നിൽക്കുന്നത് സോണിയാഗാന്ധിയാണ്. അപ്പോൾ 2008 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തവരാണ് ഇവർ. ഇവർക്ക് പൈസ കിട്ടിയിട്ടുണ്ടെന്ന് 40 ലക്ഷം രൂപയാണെന്ന് കിട്ടിയത്. അതൊക്കെ എന്താ പറയുക, പബ്ലിക് ഡൊമൈനിലുള്ള കാര്യം. ഇത് ഇന്ത്യ ടുഡേ ആണ്. ഇത് ഇന്ത്യ ടുഡേ ഡേറ്റഡ് ജൂലൈ 7, 2008. കോൺഗ്രസ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സൈൻ MOU. ദി മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് പ്രൊവൈഡ്സ് ദി ടു പാർട്ടീസ് the opportunity to consult each other on important bilateral, regional and international developments. പ്രധാനപ്പെട്ട പരസ്പരമുള്ള, അതോടൊപ്പം ഈ മേഖലയുടെ, അതോടൊപ്പം അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനം എടുക്കണം. ഏത് നമ്മളെ അതിർത്തി ലംഘിച്ച് വന്നിട്ട് നമ്മളെ ഭൂമി കൈയടക്കാൻ വരുന്ന ചൈന. ഈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭരിക്കുമ്പോൾ കേരളത്തിൻ്റെ അത്രയും വലിയ ഭൂപ്രദേശം 33,000 ചതുരശ്ര കിലോമീറ്റർ കൈയടക്കിയ ചൈന എന്നും നമുക്ക് പണി തരുന്ന ഈ മണിപ്പൂരിൽ ഇപ്പോൾ കലാപകാരികൾക്ക് ആയുധവും അർത്ഥവും ഒക്കെ കൊടുക്കുന്നത്, ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത് ചൈനയാണ്. അപ്പോൾ ഈ ചൈനയുമായിട്ട് ഇത് നിഷേധിച്ച് നടത്തിയിരുന്നു. അവസാനം ഇത് പത്രവാർത്തയൊക്കെ വന്നു, എല്ലാവരും വാർത്ത വന്നു, ഇപ്പം മിണ്ടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നു ഇതൊരു കാര്യം. പിന്നെ ഇപ്പം ഇവരുടെ ഒരു മനോഭാവം ഇതാണ്. ഇപ്പോൾ വിദേശ രാജ്യത്ത് പോയിട്ട് ഇന്ത്യക്കാരുടെ ഒരു ക്ലോസ് ഡോർ മീറ്റിംഗ്, ഇന്ത്യൻ വംശജരുടെ ഒരു ക്ലോസ് ഡോർ മീറ്റിങ്ങിൽ വേണമെങ്കിൽ നമ്മുടെ ആഭ്യന്തര വിഷയമൊക്കെ ചർച്ച ചെയ്യാം. അവിടുത്തെ പത്രക്കാർ പങ്കെടുക്കുന്ന, അവിടുത്തെ ആളുകൾ പങ്കെടുക്കുന്ന മീറ്റിങ്ങിൽ കഴിഞ്ഞ തവണ പോയി പറഞ്ഞത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? എൻ്റെ ആ വീഡിയോ ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട്. ഒരു മനോരമ ചാനലിൽ ആങ്കർ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് തർക്കിച്ചപ്പോൾ ഞാനത് പ്ലേ ചെയ്ത് കൊടുത്തതാണ്. ഇൻ ഇന്ത്യ ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ് ആർ നോട്ട് കൺസിഡേർഡ് ആസ് ഈക്വൽ സിറ്റിസൺസ്. തുല്യത കൊടുക്കുന്നില്ല ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങൾക്ക്. ഇത് അന്ന് അമേരിക്ക പോയി പറയാം. വീഡിയോ ഇപ്പോഴും അവൈലബിൾ ആണ്. പിന്നെ അഡാനി അംബാനി വായെടുത്താൽ ഇതേ പറയുള്ളൂ. ഞാൻ ലളിതമായി ചോദിക്കട്ടെ, 2023 നവംബർ മാസം വരെ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് വരെ രാജസ്ഥാൻ കോൺഗ്രസ് ഭരിച്ചപ്പോൾ അംബാനി അവിടെ എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്തത്, അഡാനി ഇൻവെസ്റ്റ് ചെയ്തത് 60,000 കോടി രൂപയാണ്. 60,000 crore അഡാനി. ഇപ്പോൾ തെലുങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് 1.25 വർഷമേ ആയിട്ടുള്ളൂ. ഓൾറെഡി 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നു കഴിഞ്ഞു. പിന്നെ നിർമ്മല സീതാരാമൻ ചോദിച്ചതുപോലെ ഈ പിഴിഞ്ഞം പോർട്ടിന് അഡാനിക്ക് കൊടുത്തത് ആരാ? ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അല്ലേ? എത്ര മോശക്കാരനാണെങ്കിൽ കൊടുക്കാവോ? അപ്പം നമ്മുടെ രാജ്യത്തിലെ ഇൻഡസ്ട്രിയലിസ്റ്റ് ലോക നിലവാരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുമ്പോൾ അതിൽ നമുക്ക് എന്താ ഇത്ര അസഹിഷ്ണുത? എനിക്ക് മനസ്സിലാവുന്നില്ല. അഡാനി എന്താ ചൈനക്കാരനാ? അഡാനി എന്താ പാകിസ്ഥാൻകാരനാ? ഹിസ് എ ഇന്ത്യൻ എൻ്റർപ്രണർ. ഇതിൽ എന്താ തെറ്റ്? എന്താ അവരുടെ ഇത്ര ദേഷ്യം? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മുകേഷ് അംബാനി പരസ്യമായി പറഞ്ഞില്ലേ, കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് 2019 പറഞ്ഞില്ലേ മുകേഷ് അംബാനി? ആ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോഴും പബ്ലിക് ഡൊമൈനിലുണ്ട്. അപ്പം അതാ പറയുന്നത്. എന്താ ഈ പറയുന്നതിൽ അർത്ഥം? കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ അഡാനി ഇൻവെസ്റ്റ് ചെയ്യുന്നു, രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ അഡാനി 60,000 crore ഇൻവെസ്റ്റ് ചെയ്യുന്നു, തെലുങ്കാനയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അയാൾ എല്ലാ സ്ഥലത്തും ഇൻവെസ്റ്റ് ചെയ്യുന്നു. വാട്ട് ഈസ് യുവർ പ്രോബ്ലം? എന്താ നിങ്ങളുടെ പ്രശ്നം? എന്നിട്ട് വിദേശ രാജ്യത്ത് പോയിട്ട് അവരെ പറ്റിയിട്ട് 16 ലക്ഷം കോടി രൂപ അവരെ കയ്യിലാന്ന് പറയണോ? ഞാൻ ചോദിക്കട്ടെ, ഇത് മാർക്കറ്റ് എക്കണോമി ആയത് എപ്പോഴാ? 1991 ജൂൺ മാസത്തിൽ നരസിംഹറാവു പ്രധാനമന്ത്രിയും മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രി ആയപ്പോഴല്ലേ മാർക്കറ്റ് എക്കണോമി ആയത്? അപ്പോഴല്ലേ വിദേശ നിക്ഷേപവും സ്വകാര്യ നിക്ഷേപവും ഒക്കെ പ്രോത്സാഹിക്കാൻ തീരുമാനിച്ചത്?
അത് അന്നല്ലേ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത്. അപ്പോൾ പിന്നെ എന്തിനാ മറ്റുള്ളവരെ കുറ്റം പറയുന്നത്? പിന്നെ നിങ്ങൾ ചോദിച്ചു വാജ്പേയിയുടെ പ്രസംഗം. അന്നൊരു കാര്യം ഉണ്ടായിരുന്നു. തലയ്ക്കകത്ത് ആള് താമസമുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, കോൺഗ്രസ്സുകാരനായ നരസിംഹറാവു. അദ്ദേഹം മരിച്ചപ്പം ആ മൃതശരീരം AICC ആഫീസിൽ ഒരു 5 മിനിറ്റ് വെക്കാൻ അനുവദിച്ചോ? നരസിംഹറാവു മരിച്ചു, കോൺഗ്രസിന്റെ മുൻ AICC പ്രസിഡന്റ്, മുൻ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം AICC ആഫീസിൽ ഒരു 5 മിനിറ്റ് വെക്കാൻ അനുവദിച്ചോ? വിമാനത്തെ കയറ്റി വിട്ടില്ല ഹൈദരാബാദിലേക്ക്. എന്നിട്ട് ഹൈദരാബാദിലാണ് അത് വേണ്ട രീതിയിൽ അന്ന് കൈകാര്യം ചെയ്തത്. അതൊക്കെ ആ പുസ്തകത്തിലുണ്ടല്ലോ. എന്താ പറയുക, ബാറൂഖിന്റെ പുസ്തകം സിനിമയായിട്ടുണ്ട്. മൻമോഹൻ സിംഗ് അഭിനയിച്ച സിനിമ ആത്മകഥ, മൻമോഹൻ സിംഗിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ആത്മകഥ. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ സി ദി പ്രോബ്ലം ഈസ് ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ്. ആ മാനസികാവസ്ഥയിൽ നിന്നും പുറത്തു വരണം. അത് വന്നിട്ടില്ലെങ്കിൽ അപകടമാണ്. നിങ്ങൾക്കിങ്ങനെ ഈ രാജ്യത്തെ വിദേശ രാജ്യങ്ങളിൽ പോയി തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പബ്ലിക് സ്റ്റേജുകളിൽ, ഞാൻ പറഞ്ഞില്ലേ അവിടുത്തെ ഒരു ക്ലോസ് ഡോർ ഒരു ഇതിൽ നമ്മുടെ ഇന്ത്യൻ ഡയസ്പോറ, നമ്മുടെ ആളുകൾ മാത്രമുള്ള സമയത്ത് പറയാം, അത് തെറ്റൊന്നുമില്ല. അതൊക്കെ സാധാരണ നമ്മുടെ ആൾക്കാർ മാത്രമുള്ളപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യില്ലേ. പക്ഷെ ഫോറിൻ ജേർണലിസ്റ്റ്, വിദേശ മീഡിയ എല്ലാവരും ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുക. ഇപ്പോൾ ഒരു സംഭവം, ഞാനിപ്പോൾ എന്നെ ഒരു സുഹൃത്ത്, ഈ ചർച്ച കാണുന്ന ഒരു സുഹൃത്ത് ഡൽഹിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്, പാകിസ്ഥാൻ മീഡിയ ഈസ് സെലിബ്രേറ്റിംഗ്. പാകിസ്ഥാൻ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ സിഖുകാർക്ക് ഇന്ത്യയിൽ രക്ഷയില്ല എന്നുള്ള പ്രസ്താവന. അതാണ് മറ്റു രാജ്യങ്ങൾ ഇതൊക്കെ ആഘോഷിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് മറ്റൊരു രാജ്യത്ത് ചെന്ന് നമ്മുടെ രാജ്യവിരുദ്ധപരമായ പരാമർശങ്ങൾ നടത്തുമ്പോൾ ഇവിടെ പോലും അത് അങ്ങനെയൊന്നും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ മറ്റ് രാജ്യങ്ങൾ അത് ആഘോഷിക്കുകയാണ്. പ്രത്യേകിച്ചും ചൈന ഇന്ത്യക്ക് ഭാരതത്തിനെതിരായിട്ടുള്ള എല്ലാ നിമിഷങ്ങളെയും പരമാവധി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്.